ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പാവക്കക്കറിയാണ്. വറുത്തരച്ച് വെക്കുന്ന പാവക്കക്കറി. ഒരു രീതിയിലുള്ള കയ്പില്ലാത്ത രീതിയിലാണ് ഈ പാവക്കക്കറി വെക്കുന്നത്. കയ്പക്ക എങ്ങനെ കയ്പില്ലാതെ വെക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ പാവക്ക നന്നായിട്ട് കഴുകിയെടുക്കുക. കഴുകിയതിന് ശേഷം അത് ഉണക്ക തുണി കൊണ്ട് തുടച്ച് അതിൽ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഇല്ലാത്ത രീതിയിൽ അത് തുടച്ച് വെക്കണം. അതിന് ശേഷം പാവക്ക പുഴുങ്ങുന്നതിന് ആവശ്യമായിട്ട് വേണ്ട വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, സവാള, കൊടംപുളിയുടെ വെള്ളം, അത്രയും ഐറ്റംസ് റെഡിയാക്കി വെക്കുക. എന്നിട്ട് ഒരു പാനിലേക്ക് വെള്ളം ഒഴിച്ച് ആ വെള്ളം നന്നായിട്ട് തിളച്ച് വരണം. തിളച്ച വെള്ളത്തിലേക്ക് വേണം നമ്മൾ പാവക്ക ഇടാനായിട്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും പുളിവെള്ളവും ചേർക്കണം. ഈ നന്നായിട്ട് വെട്ടിത്തിളക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന പാവക്ക ഇടുകയാണെങ്കിൽ ഒരു കാരണവശാൽ ആ പാവക്കയിൽ കയ്പ്പ് വരില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാണ് നമ്മൾ ഇതിലെ ട്രിക്ക്. നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഐറ്റംസും പുളിയും ചേർക്കുക, പുളിവെള്ളവും ചേർക്കുക. അത് നന്നായിട്ട് തിളച്ച് വരും. അതിലേക്ക് വേപ്പിലയെല്ലാം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞ് ഉണക്കത്തുണി കൊണ്ട് തുടച്ച് വെച്ചിരിക്കുന്ന പാവക്ക റൗണ്ട് ഷേപ്പിൽ വേണം അരിയാനായിട്ട്. റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ടാവുമല്ലോ. ഇതിൽ വെള്ളത്തിൻ്റെ ഒരംശം പോലും ഉണ്ടാകരുത്. പച്ചവെള്ളം ഉണ്ടെന്നാണെങ്കിൽ പാവക്ക നമുക്ക് ഭയങ്കര കയ്പ്പായിരിക്കും. അപ്പോൾ കയ്പ്പില്ലാത്ത രീതിയിൽ ഉണ്ടാക്കാനായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഈ പാവക്ക ഇട്ട് കൊടുക്കുക. അതിനകത്ത് ഉപ്പും പുളിയും എല്ലാം നമ്മൾ ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇടുമ്പോൾ പാവക്കക്ക് കയ്പ്പുണ്ടാവില്ല. അതേസമയം പാവക്ക ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ സാധാരണ നോർമൽ വാട്ടറൊക്കെ ഒഴിക്കുകയാണെങ്കിൽ ഭയങ്കര കയ്പ്പായിരിക്കും, നമുക്ക് കഴിക്കാൻ തന്നെ പറ്റില്ല. ഇത് കുട്ടികൾ വരെ ഈ പാവക്കക്കറി കഴിക്കും, കാരണം ഒരു തുള്ളി കയ്പ്പ് ഇതിനുണ്ടാവില്ല. തിളച്ച വെള്ളത്തിലേക്ക് വേണം നമ്മൾ പാവക്ക ഇടാനായിട്ട്. അതിനുശേഷം വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തേങ്ങ മൊത്തം എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാ തേങ്ങയും ഒരേപോലെ ആകുകയും ചെയ്യും. പെട്ടെന്ന് വറുത്തെടുക്കാനും നമുക്ക് പറ്റും. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഈ തേങ്ങ ഇട്ടിട്ട് അത് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല ഒരു കളറാവണ വരെ അത് വറുക്കണം. ക്യാമറയിൽ കറക്റ്റ് കളർ കിട്ടുന്നില്ല. നല്ല ഡാർക്ക് കളറാണെങ്കിൽ ലൈറ്റ് കളറായിട്ടാണ് കിട്ടുന്നത്. അത് നന്നായിട്ട് നേരെ തീയിൽ വെച്ച് തന്നെ നന്നായിട്ട് വറുത്ത് നമ്മളെടുക്കണം. ഈ പാവക്കക്കറി പിള്ളേർ കഴിച്ചാൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം ഇതിനൊരു തുള്ളി കയ്പ്പുണ്ടാവില്ല. ഇത് പാവക്ക തന്നെയാണോ കയ്പക്ക തന്നെയാണോ എന്ന് ചോദിച്ചു പോകും. അതുപോലെയാണ് ഇതിന് കയ്പ്പ് ഒട്ടും ഉണ്ടാകുകയുമില്ല, എന്നാൽ പാവക്കയുടെ ഗുണമൊന്നും പോകുന്നുമില്ല. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആവണം വരെ ഇത് ഇളക്കണം. ഇപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്, പക്ഷേ ക്യാമറയിൽ കറക്റ്റ് ആ കളർ കിട്ടുന്നില്ലെന്ന് മാത്രം. ഓക്കെ, എന്നിട്ട് ചട്ടി കുറച്ച് നേരം ചൂടാറാൻ വെക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിൽ ചേർക്കുന്ന പൊടികളെല്ലാം തന്നെ നമ്മൾ ഇതിലേക്കാണ് ചേർക്കുന്നത്. ഇതിലിപ്പോൾ ഒരു തുള്ളി പോലും എണ്ണ ഞാൻ യൂസ് ചെയ്യുന്നില്ല. അതിനുശേഷം മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ആവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മല്ലിപ്പൊടി ചേർക്കുക, മുളക് പൊടി ചേർക്കുക, കുരുമുളക് പൊടി, ഗരം മസാല മുഴുവത്തോടെയും ചേർക്കാം. ഞാനിത് സെപ്പറേറ്റ് പൊടിച്ച് വെച്ചേക്കുന്ന ഗരം മസാലയാണ്, അതുകൊണ്ട് ഞാൻ പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, അങ്ങനെ എല്ലാം, കുരുമുളക് മുഴുവത്തോടെ ചേർക്കാം. ഞാൻ പൊടിയാണ് ചേർക്കുന്നത്. ഞാൻ പൊടിച്ച് വെച്ചതായതുകൊണ്ട് പൊടി ചേർക്കുന്നു. മുഴുവത്തോടെ ചേർക്കണമെങ്കിൽ ഒരു കറയാമ്പ് എല്ലാം അങ്ങനെ പൊടിയല്ലാത്ത രീതിയിലും ചേർക്കാം. അപ്പോൾ ഞാനെല്ലാം പൊടിയാണ് ചേർക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോഴും ഗ്യാസ് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കരിഞ്ഞു പോകും. ഇപ്പോൾ നല്ല കളറ് കിട്ടിയിട്ടുണ്ട് നമ്മളുടെ ഈ തേങ്ങ വറുത്തതിന്. ഇതിൻ്റെ കളറായിട്ടിരിക്കും നമ്മളുടെ പാവക്കക്കറി. അതുകൊണ്ട് തന്നെ ഇത് നല്ല കളറ് വരണം. ക്യാമറയിൽ ലൈറ്റ് കളറായിട്ടാണ് കാണുന്നത്, നല്ല ഡാർക്ക് കളറാണ്. ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാ സ്ഥലവും ഒന്ന് മിക്സാക്കി എടുക്കുക, എല്ലാ പൊടികളും. ഗ്യാസ് ഓഫ് ചെയ്തതിന് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്.
കുറച്ച് ആറിക്കഴിയണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ആറിക്കഴിയുമ്പോഴേക്കും മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് അടിച്ചെടുക്കണം. നമ്മൾ ഈ അരപ്പിലൊരു തുള്ളി വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ടില്ല. ഇപ്പോഴാണ് നമ്മൾ മിക്സിയുടെ ജാറിൽ അടിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാൻ അടിക്കുന്നത്. വെളിച്ചെണ്ണ ഒരുപാട് ചേർക്കാതിരിക്കാനാണ് ഞാൻ മിക്സിയിലിട്ടിട്ട് ആദ്യമേ തന്നെ തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. അപ്പോൾ പെട്ടെന്ന് വറുത്ത് കിട്ടും, നമുക്ക് അധികം എണ്ണ യൂസ് ചെയ്യേണ്ട ആവശ്യം വരെയുമില്ല. ഇപ്പോൾ നമ്മൾ അധികം എണ്ണ യൂസ് ചെയ്തില്ലല്ലോ. അതിനുശേഷം നമ്മളിങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഉണ്ടല്ലോ, അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പാവയ്ക്ക നമ്മൾ വെക്കുന്നതിൻ്റെ ഒരു തലേ ദിവസമൊക്കെ ഇങ്ങനെ പുഴുങ്ങി വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും കറിക്ക്. അപ്പോൾ അങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതിനുശേഷം ഇപ്പോൾ നമ്മുടെ പാവക്കറി ഫൈനലി എല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം കടുകും പച്ചമുളക് ഇഞ്ചി എല്ലാം വേണമെങ്കിൽ അങ്ങനെ ഒരു പ്രാവശ്യം കൂടി ചേർക്കണമെങ്കിൽ ചേർക്കാം. നമ്മൾ ഓൾറെഡി പുഴുങ്ങിയപ്പോൾ ചേർത്തുകൊണ്ട് ഇനി ചേർക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് ഇതിന് ടേസ്റ്റ് കൂടും. കടുക് പൊട്ടിച്ച് അതിലേക്ക് നമ്മളെ വേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് താളിച്ച് നമ്മൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ നമ്മളുടെ സ്വാദിഷ്ടമായ കയ്പില്ലാത്ത കയ്പ്പക്ക കറി റെഡിയാവും. നല്ല ടേസ്റ്റാണ് ഇതിന്, കാരണം ഇതിനൊരു തുള്ളി കയ്പും ഉണ്ടാവില്ല. വേണമെങ്കിൽ ഇതിനകത്ത് ഇത്തിരി ശർക്കര നീരും കൂടി ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഇതും ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും, ഇത്തിരി കൂടി ടേസ്റ്റ് കൂടുകയും ചെയ്യും. ആവശ്യത്തിന് ശർക്കര നീരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ കറി റെഡിയായി. ഇനിയിപ്പോൾ ഒട്ടും കയ്പില്ലാത്ത ഒരു പാവക്കക്കറിയാണ്. എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ചെയ്ത് നോക്കൂ, ഒരു തുള്ളി കയ്പ് പോലും ഇല്ലാത്ത പാവക്കക്കറി നമുക്ക് കിട്ടും. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതിന് ആവശ്യമെങ്കിൽ ഉപ്പും പുളിയും പിന്നീട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.